ഇന്നത്തെ IPL-ലെ രണ്ടാം മത്സരത്തിൽ ഗുജറാത്തും മുംബൈ ഇന്ത്യൻസുമാണ് നേർക്കുനേർ വരുന്നത്. കഴിഞ്ഞ കൊല്ലം പാണ്ഡ്യ ഗുജറാത്തിന്റെ ക്യാപ്റ്റനായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം പാണ്ഡ്യ മുംബൈയുടെ ക്യാപ്റ്റനാണ്. അതുകൊണ്ട് തന്നെ രണ്ട് ടീമും നേർക്കുനേർ വരുമ്പോൾ മത്സരം ആവേശകരമാകുമെന്നത് ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തിന്റെ കംപ്ലീറ്റ് പ്രിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യമായി ഗുജറാത്ത് ടീമിനെ പരിഗണിച്ചാൽ ഇപ്രാവശ്യം പുതിയൊരു ക്യാപ്റ്റനാണ് ഗുജറാത്തിന്. അത് മറ്റാരുമല്ല ശുഭ്മാൻ ഗില്ലാണ്. താരത്തിന് ക്യാപ്റ്റൻസി എങ്ങനെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. വൃദ്ധിമാൻ സാഹിയും ഗില്ലുമായിരിക്കും ഗുജറാത്തിന് വേണ്ടി ഇന്നിങ്സ് ഓപ്പൺ ചെയ്യുന്നത്. അതുപോലെ ഇപ്രാവശ്യം ഗുജറാത്തിന് മറ്റൊരു പണി കിട്ടിയിരിക്കുകയാണ്. കാരണം അവരുടെ സൂപ്പർ ബോളറായ മുഹമ്മദ് ഷമി കളിക്കില്ല. പാണ്ഡ്യ ഇല്ലാത്തത് ഗുജറാത്തിന് ക്ഷീണം തന്നെയാണ്. ഇനി ഗുജറാത്തിന്റെ സാധ്യത പ്ലേയിങ് 11 നോക്കാം. ശുഭ്മാൻ ഗിൽ, വൃദ്ധിമാൻ സാഹ, സായ് സുദർശൻ, വിജയ് ശങ്കർ, രാഹുൽ തിവാട്ടിയ, റാഷിദ് ഖാൻ, മോഹിത് ശർമ്മ, നൂർ അഹമ്മദ്, ഉമേഷ് യാദവ്, സ്പെൻസർ ജോൺസൺ. ഇനി മുംബൈ ടീമിന് പരിഗണിച്ചാൽ പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിലാണ് ഇന്ന് മുംബൈ കളിക്കാനിറങ്ങുന്നത്. രോഹിത് ഇന്ന് കളിക്കുമോ എന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. രോഹിത് ശർമ്മ എല്ലാ മാച്ചിലും കളിക്കില്ലെന്നാണ് റിപ്പോർട്ട്. രോഹിത് ഉണ്ടെങ്കിൽ ഓപ്പണിങ്ങിൽ രോഹിത്തും ഇഷാനുമായിരിക്കും ഉണ്ടാവുന്നത്. 3-ാം നമ്പറിൽ ഇപ്രാവശ്യം സൂര്യകുമാർ ഇല്ല. താരത്തിന് പരിക്കാണ്. അതുകൊണ്ട് തിലക് വർമ്മയായിരിക്കുമെന്ന് 3-ാം നമ്പറിൽ കളിക്കുന്നത്. ഇനി പാണ്ഡ്യ 4-ാം നമ്പറിൽ കളിക്കും. ബൗളിങ്ങിൽ കരുത്തു പകരാൻ ബുംറയുമുണ്ട്. ഇപ്രാവശ്യം മുംബൈ ടീമിന് യാതൊന്നും പേടിക്കാനില്ല. പക്ഷേ മുംബൈയുടെ ക്യാപ്റ്റൻസി മാറിയതാണ് ആരാധകർക്ക് വിഷമം. പാണ്ഡ്യ ക്യാപ്റ്റനാവുമ്പോൾ മുംബൈ ടീം തന്നെ മാറാൻ സാധ്യതയുണ്ട്. ഗുജറാത്തിന് കപ്പ് നേടിക്കൊടുത്ത ക്യാപ്റ്റനാണ് പാണ്ഡ്യ. അതുകൊണ്ട് മുംബൈ ആരാധകർക്ക് വിശ്വസിക്കാൻ സാധിക്കും. പാണ്ഡ്യയുടെ ക്യാപ്റ്റൻസിയിൽ മുംബൈ ഇപ്രാവശ്യം കപ്പ് നേടാൻ എല്ലാവിധ സാധ്യതയുമുണ്ട്. ക്യാപ്റ്റൻ അല്ലാത്ത രോഹിതിനെ ഇപ്രാവശ്യം ഭയന്നേ മതിയാവും. സമ്മർദ്ദങ്ങളില്ലെങ്കിൽ രോഹിത് ശർമ്മ വെടിക്കെട്ട് ബാറ്റിംഗ് ആയിരിക്കും പുറത്തിറക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ ഗുജറാത്ത് ജയിക്കുമോ മുംബൈ ജയിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.